നിങ്ങളുടെ കയ്യിലുള്ള ആ ഫോൺ എടുക്കൂ. ഒട്ടും പെർഫെക്റ്റ് അല്ലാത്ത നിങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യൂ. നല്ലൊരു ക്യാമറ വാങ്ങിക്കട്ടെ. എഡിറ്റിംഗ് ഒക്കെ വൃത്തിയായി പഠിക്കട്ടെ. എല്ലാം കഴിഞ്ഞ് എന്നാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക? ആദ്യമായി വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ കൈ വിറയ്ക്കും. സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരും. അതൊക്കെ തികച്ചും സ്വാഭാവികമാണ്. ആരും തുടക്കത്തിൽ തന്നെ എക്സ്പേർട്ട് ആവാറില്ല. ആളുകൾക്ക് നിങ്ങളുടെ പെർഫെക്ഷൻ മാത്രമല്ല കാണേണ്ടത്, നിങ്ങളുടെ മാറ്റങ്ങളും അതിന് പിന്നിലെ കഷ്ടപ്പാടുകളുമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു അറിവുകൾ ധൈര്യത്തോടെ പങ്കുവെച്ച് തുടങ്ങൂ. ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ചാനൽ തുടങ്ങുന്ന ആ സമയത്ത് എനിക്കറിയാം ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നും അതിൽ ഒരുപാട് പേര് ജീനിയസ് ആയ ക്രിയേറ്റർമാർ ഉണ്ട് എന്നും. അവരുടെയൊക്കെ മുന്നിൽ ഞാൻ ഒട്ടും പെർഫെക്റ്റ് അല്ല എന്നറിഞ്ഞിട്ടും എൻ്റെ അറിവുകൾ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് കരുതിയാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ സംസാരിക്കണമെന്നോ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നോ അന്ന് എനിക്ക് ഒട്ടും അറിവില്ലായിരുന്നു. അവിടെ നിന്നും ഒരുപാട് സമയവും ഒരുപാട് അധ്വാനവും എടുത്താണ് എൻ്റെ തെറ്റുകളിൽ നിന്നും കുറച്ചൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല. തുടക്കത്തിൽ എനിക്കും ഒരുപാട് പേടിയും ഒരുപാട് മടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും പറ്റും. നമ്മുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വലിയ ഡിഗ്രിയോ വലിയ ക്യാമറയോ ഒന്നും വേണ്ട. ചാനൽ തുടങ്ങാനുള്ള ആ ഒരു മനസ്സ് മാത്രം മതി. അതുകൊണ്ട് ഇനി ഒട്ടും സമയം കളയണ്ട. തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉടനെ ചാനൽ തുടങ്ങൂ. ചാനൽ തുടങ്ങുന്ന സമയത്ത് വലിയ രീതിയിലുള്ള കണ്ടന്റുകൾ വേണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാചകമോ എങ്കിൽ ഒരു വില്ലേജ് കുക്കിംഗ് സ്റ്റൈലിലോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ വീട്ടിൽ പാചകം ചെയ്യുന്നതിലെ ഏതെങ്കിലും ഒരു ഭാഗമോ ഒക്കെ വീഡിയോ ആയി ഇടാം. നിങ്ങളുടെ ദിവസേനയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വീട്ടുവിശേഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, ഇതെല്ലാം ആളുകൾക്ക് കാണാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.